റബ്ബിർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും മാതാപിതാക്കൾക്ക് നാഥാ നീ കരുണ ചെയ്യണമേ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ. ഔ, അല്ലാഹു തആലാന്റെ പ്രയോഗം കണ്ടോ? കമാ റബ്ബയാനി സഗീറ. ആലോചിച്ച് നോക്ക് എൻ്റെ സഹോദര, എന്താണ് അതിന്റെ അർത്ഥം? കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തുമ്പോൾ എന്നോട് കരുണ ചെയ്തതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണമേ. ആലോചിച്ചു നോക്ക്, റബ്ബിന്റെ റഹ്മത്ത്, റബ്ബിന്റെ കരുണ, ആ കരുണയെ റബ്ബ് തന്നെ തുലനപ്പെടുത്തി. എന്തിനോട്? മാതാപിതാക്കളുടെ കരുണയോട്. റബ്ബിർഹംഹുമാ, ഏതുപോലെ കരുണ? കമാ റബ്ബയാനി സഗീറ. അതിലടങ്ങിയ അർത്ഥം, അതിൻ്റെ ആ ആശയം സഹോദരന്മാരെ നമുക്ക് മനസ്സിലായോ? വളരെ ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവം. എൻ്റെ പൊന്നുമോനെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കെങ്ങാണ്ട് വല്ല രോഗം വന്നാൽ എൻ്റെ എല്ലാം ഒഴിവാക്കി ഞാൻ നിന്നെ ചികിത്സിക്കും, അല്ലേ? എത്രയെത്ര പിതാക്കളാണ്, എത്രയെത്ര പിതാക്കളാണ്. നിങ്ങളറിയില്ലേ, മക്കളെ ചികിത്സിച്ചതിൻ്റെ പേരിൽ കിടക്കപ്പാടം വിൽക്കേണ്ടി വന്ന എത്ര പിതാക്കളുണ്ട്, ഇല്ലേ? മക്കളെ ചികിത്സിക്കാൻ കിടക്കാനുള്ള സ്ഥലം വിറ്റവർ, ജോലി ഒഴിവാക്കിയവർ. ജോലി പോട്ടെ, എന്നാലും എൻ്റെ പൊന്നാണ്, എൻ്റെ മകനാണ് എനിക്ക് വലുത്, എൻ്റെ മകളാണ് എനിക്ക് വലുത്, അവൻ്റെ രോഗം മാറണം, അതിന് ഞാൻ എന്തു ചെയ്യും? എത്രയെത്ര സ്ഥലത്ത് ഭിക്ഷയാചിച്ച് നടന്ന പിതാക്കളുണ്ട്. എന്തിനാ? മക്കളെ ചികിത്സിക്കാൻ. ഇതുവരെ ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല, പക്ഷേ നീട്ടുകയാണ്. എന്തിനു വേണ്ടി? മോനെ, നിനക്ക് വേണ്ടി കൈ നീട്ടി, അല്ലേ? പക്ഷേ എന്താ ആധുനിക സമൂഹത്തിലെ മക്കളുടെ കഥ? പിതാക്കൾക്ക് രോഗം വന്നാൽ മൂപ്പരൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കായിരുന്നു എന്ന് കരുതുന്ന മക്കൾ വളർന്നു വരുന്നില്ലേ? ഞാൻ പറയുന്നു, ഓരോന്നിനും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചിത്രമുണ്ട്. ഞാനൊന്നും വെറുതെ പറയല്ല, ഇതൊക്കെ പറയുമ്പോൾ ഓരോന്നിനും എൻ്റെ മുമ്പിൽ നല്ല മക്കളുടെ ഒരു ചിത്രമുണ്ട്. പിതാവിന് രോഗം വന്നാൽ, ഒന്ന് താങ്ങിപ്പിടിക്കേണ്ടി വന്നാൽ, ആ പിതാവെങ്ങാനും പ്രായമായ സമയത്ത് എൻ്റെ പൊന്നുമോനെ, എനിക്കെങ്ങാനും രോഗം വന്ന് എൻ്റെ കിടക്കയിൽ നിന്ന് എൻ്റെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം വന്ന് എൻ്റെ രണ്ട് കൈയും കാലും തളർന്നു പോയിരിക്കുന്നു, എഴുന്നേൽക്കാൻ വയ്യ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് കഴിക്കാൻ വയ്യ, എൻ്റെ വിസർജ്യ വസ്തുക്കൾ ഞാൻ അറിയാതെ പോകുന്നു, എനിക്കത് ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പൊന്നുമക്കളെ, ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്? എൻ്റെ ഉപ്പ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എനിക്ക് വിശ്രമിക്കാമായിരുന്നു എന്ന് കരുതുമോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയെത്ര ഉറക്കമാണ് ഞാൻ നിനക്ക് വേണ്ടി ഒഴിച്ചത് എൻ്റെ പൊന്നുമോനെ, എത്രയെത്ര സൗകര്യങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി വെടിഞ്ഞത്, എത്രയെത്ര സമൃദ്ധികളാണ് ഞാൻ ഉപേക്ഷിച്ചത്, എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റിയത് നിനക്ക് വേണ്ടി, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോളെ, നിനക്ക് വേണ്ടി. പക്ഷേ എനിക്കൊരു പ്രയാസകരമായ അവസ്ഥ വന്നാൽ, പക്ഷേ മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഞങ്ങളെ ഒഴിവാക്കുമെന്നതല്ല ഞങ്ങളുടെ ഭയം, ഏതെങ്കിലും ഒരു കിടക്കപ്പായയിൽ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുമെന്നതല്ല ഭയം, ഏതെങ്കിലും ഒരു ചർച്ച് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ഇടുമെന്നതല്ല ഭയം. മറിച്ച് നിങ്ങൾക്കറിയാമോ, സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് പറയട്ടെ, മാതൃസ്നേഹത്തിൻ്റെയും പിതൃസ്നേഹത്തിൻ്റെയും ശക്തി കൊണ്ട് പറയട്ടെ, ഞങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമോ എന്ന് മാത്രമാണ്. നിങ്ങൾ ഈ ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമോ എന്നാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ നടത്തിയ ഒരു ശക്തമായ പ്രവചനമുണ്ട്. ആ പ്രവചനമെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ പുലർന്നു പോകുമോ എന്നാണ് ഭയം. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹുൽ ഇഖാബ മിൻ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളോട് ചെയ്യുന്ന ദ്രോഹത്തെക്കാൾ പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് ശിക്ഷ നൽകുന്ന മറ്റൊരു തെറ്റുമില്ല. മാതാപിതാക്കളോട് ദ്രോഹം ചെയ്യുന്നതിനേക്കാൾ ആ ദ്രോഹത്തിന് കിട്ടുന്ന ശിക്ഷ പെട്ടെന്ന് കിട്ടും. മറ്റൊക്കെ പഠിച്ചവനിങ്ങനെ കുറച്ചിങ്ങനെ നീട്ടിവെക്കും,
എത്ര വരെ പോകുന്നു നോക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ മറ്റത് ഉടനെ പിടിക്കും. ആ പിടുത്തത്തിൻ്റെ ശക്തി എത്രയായിരിക്കും എന്ന് പറയും. അറിഞ്ഞോ എൻ്റെ പൊന്നുമോനെ, നീ എങ്ങാനും എന്നെ അടിച്ചാൽ. നിങ്ങൾക്കറിയോ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്ത് പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. നീ എങ്ങാനും പൊന്നുമോനെ എന്നെ അടിച്ചാൽ ഭൂമിയിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ നിന്നെ പകരമടിക്കും. സംശയമല്ല. നീ എങ്ങാനും എന്നെ അവഗണിച്ചാൽ ഭൂമിയിൽ നിന്നെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുമെന്ന് കരുതുന്നവൻ നിന്നെ അവഗണിക്കും കേട്ടോ. നീ എങ്ങാനും എന്നെ ചീത്ത വിളിച്ചാൽ ഭൂമിയിൽ നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മുന്തിയവൻ നിന്നെ ചീത്ത വിളിക്കും കേട്ടോ. നീ എങ്ങാനും എന്നെ വെറുത്താൽ, ആർക്ക് വേണ്ടിയാ വെറുത്ത്? അല്ലേ? ആർക്ക് വേണ്ടിയൊക്കെയാണ് മാതാക്കളെയും പിതാക്കളെയും വെറുത്തത്? അറിഞ്ഞോ എൻ്റെ പൊന്നുമോനെ, നീ എങ്ങാനും എന്നെ വെറുത്താൽ ആർക്ക് വേണ്ടിയാണോ നീ വെറുത്തത്, അവർ നിന്നെ ദുനിയാവിൽ തന്നെ വെച്ച് വെറുക്കും കേട്ടോ. എൻ്റെ പൊന്നുമക്കളെ, അറിഞ്ഞോ? ഇതാണ് കഥ. നിങ്ങൾ ഖുർആനിലേക്ക് വരുമോ? യഹ്യാ അലൈഹിസ്സലാം എന്ന പൊന്നുമകന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? ഈസാ അലൈഹിസ്സലാം എന്ന ഈസാ അലൈഹിസ്സലാം എന്ന മാതാവിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാതാവിന്റെ മാനഹാനി നഷ്ടപ്പെടുത്തുന്ന സ്വന്തം നാട്ടുകാർക്കെതിരെ പ്രതികരിച്ച ഈസാ അലൈഹിസ്സലാമിനെ നിങ്ങൾക്കറിയില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹീമിനെ നിങ്ങൾക്കറിയില്ലേ? അലൈഹിസ്സലാം പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു കൊല്ലുമെന്ന് ശക്തമായി ചീത്ത വിളിച്ചെറിയാൻ ആളെ ഏൽപ്പിച്ചിട്ട് പോലും യാ അബത്തി യാ അബത്തി യാ അബത്തി യാ അബത്തി, പൊന്നുപ്പാ 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 എന്ന് മാത്രം വിളിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. വരൂ സഹോദര, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിൽ വല്ലാത്ത സ്നേഹം ആരോടെന്നോ, തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ സ്വന്തം മാതാവിനോട്. പിതാവില്ലാതെ യതീമായാണല്ലോ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിച്ചത്, നമുക്കറിയാം. ആ മാതാവിനോടുള്ള സ്നേഹം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കണ്ടേ? ആ മാതാവിനോടുള്ള സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അനുവാദം ചോദിക്കുന്നു അള്ളാഹുവിനോട്, നാഥാ എന്റെ ഉമ്മാക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ അനുവാദം തരണം നാഥാ. മക്കളോടുള്ള സ്നേഹത്തിന്റെ ശക്തി. പക്ഷെ പഠിച്ചവൻ അനുവാദം കൊടുത്തില്ല. ആ അനുവാദം മുസ്ലിം ഉമ്മത്തിന് പാഠമാകാൻ അനുവാദം കൊടുത്തില്ല. കാഫറായ ഉമ്മാക്ക് എന്ത് ചെയ്യാം? ദുനിയാവിൽ നന്മ ചെയ്യാം, പക്ഷെ ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അധികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് പടക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവേ, എന്റെ പൊന്നു മാതാവിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ അനുവാദം നൽകണേ. മാതാവിനോടുള്ള മനസ്സിന്റെ സ്നേഹത്തിന്റെ ശക്തി, മാതാവിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ അനുവാദം നൽകണേ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, അല്ലാഹു തആല അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു. ആ സന്ദർശിച്ച രംഗം ഹദീസിൽ കാണാം. ബക്കാ വഅബ്കാ മൻ ഹൗലഹു. അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഉമ്മയുടെ ഖബറിന് മുമ്പിൽ ചെന്നു നിന്നപ്പോൾ അദ്ദേഹം കരഞ്ഞു. ചുറ്റുഭാഗമുണ്ടായ ആളുകളെയും കരയിച്ചു. എന്റെ പൊന്നുമക്കളെ, നിങ്ങളൊന്ന് പറയൂ, ഞങ്ങളെങ്ങാനും മരിച്ച് ഏതെങ്കിലും ഒരു പള്ളിയുടെ ഏതെങ്കിലും ഒരു മഖ്ബറയുടെ മൂലയിൽ കിടക്കേണ്ടി വന്നാൽ, ഏതെങ്കിലും ശ്മശാനത്തിന്റെ മൂലയിലായാൽ, ഒന്ന് സിയാറത്ത് നടത്താനുള്ള സ്നേഹത്തിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും നിങ്ങളുടെ മൂലകളിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ? പറയൂ സഹോദര. ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്യാൻ, ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആ ഖബറിന്റെ തലക്കും പുറത്ത് ചെന്ന് നിന്ന്, പടച്ചോനെ എൻ്റെ ഉപ്പാക്കൊന്ന് പുറത്തു കൊടുക്കണമേ എന്ന് പറയാൻ എൻ്റെ പൊന്നുമോനെ നിനക്ക് സാധിക്കുമോ? എൻ്റെ ഉപ്പാക്ക് ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണമേ എന്ന് പറയാൻ